ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടൊമാറ്റോ റൈസാണ്. ടൊമാറ്റോ റൈസ് മാത്രമല്ല, റൈസിനൊപ്പം നല്ല കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തി കൂടി ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. കുട്ടികൾക്കും വലിയവർക്കും ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനായാലും അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ ലഞ്ചിന് ഉണ്ടാക്കിയെടുക്കാനും പറ്റിയ ഒരു അടിപൊളി റൈസ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാനായിട്ട് ആവശ്യം വേണ്ടതെല്ലാം നമുക്കൊന്ന് കാണാം. 2 ഗ്ലാസ് ബസ്മതി റൈസിന് പകരം ജീരകശാല റൈസും യൂസ് ചെയ്യാവുന്നതാണ്. 2 വലിയ തക്കാളി, കുറച്ച് കാഷ്യൂ നട്ട്സ്, ഒരു പിടി മിൻറ്റ് ലീവ്സ്, കുറച്ച് മല്ലിയില, ഒരു പകുതി ക്യാരറ്റ് ഇതുപോലെ അരിഞ്ഞത്, 3 ടേബിൾ സ്പൂൺ ഫ്രോസൺ ഗ്രീൻ പീസ്, 4 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, 3 ഏലക്കായ, 4 ഗ്രാമ്പു, 3 ചെറിയ കഷ്ണം കറുവപ്പട്ട, ഒരു ബേ ലീവ്സ്, 2 സവോള ഇതുപോലെ നല്ല നൈസാക്കി അരിഞ്ഞെടുത്തത്. ഇനി പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഈ തക്കാളി നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കണം. ഇതുപോലെ ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ആദ്യം തന്നെ ഇതുപോലൊരു സ്റ്റീൽ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഗ്രാമ്പൂ, കറുവപ്പട്ട, ഏലക്കായ, ബേ ലീവ്സ് ഇത്രയും ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കിയ ശേഷം ഇതിലേക്ക് ഇനി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഒന്ന് കളറ് മാറി വരുമ്പോൾ സവോള ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ സവോള ആവശ്യത്തിന് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഇനി മിൻറ്റ് ലീവ്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മിൻറ്റ് ലീവ്സ് നല്ലപോലെ വാടി വന്ന് കഴിയുമ്പോൾ നമുക്കിനി പൊടികൾ ചേർക്കാവുന്നതാണ്. 3/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ഇട്ട് കൊടുത്ത ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചൂടാക്കിയെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം ചൂടാക്കിയെടുക്കാൻ. പൊടികളൊക്കെ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഇനി തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തക്കാളി പേസ്റ്റ് മസാലയുമായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം തക്കാളിക്കുള്ള ഒരു പച്ചമണമില്ലേ, അത് മാറിപ്പോകുന്നത് വരെ നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് വഴറ്റിയെടുക്കണം. ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ ഇപ്പോൾ ഉള്ള ഒരു വാട്ടറി കൺസിസ്റ്റൻസി മാറി കുറച്ചുകൂടെ തിക്കായിട്ട് വരും. ഈ സമയത്ത് ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ ഇതുപോലെ ഒന്ന് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വരും. കണ്ടോ, ഇതുപോലെ. ഈ സമയത്ത് ഇതിലേക്ക് ഇനി ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞതും ഫ്രോസൺ ഗ്രീൻ പീസും കാഷ്യൂ നട്ട്സും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു 1-2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്ത ശേഷം നമുക്കിനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടുവെള്ളം വേണം ചേർത്ത് കൊടുക്കാൻ. ഞാനൊരു 3.5 ഗ്ലാസ് അളവിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ഗ്ലാസ് അരിക്ക് 3.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ കുക്കറിലാണ് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ ഒരു 3 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇതിപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് റൈസ് ചേർക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം മുകളിലായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വന്ന ശേഷം നമുക്ക് മൂടി വയ്ക്കാം. എന്നിട്ട് തീ ഒരു ലോ ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. വീണ്ടും മൂടി വെച്ച് ഒരു 5-6 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ വറ്റി റൈസ് നല്ലപോലെ വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതൊരു കുഴഞ്ഞ പരിവാണ്, അതുകൊണ്ട് ഒരുപാട് അങ്ങ് ഇളക്കി കൊടുക്കേണ്ടതില്ല കേട്ടോ. അവസാനമായിട്ട് ഈ ചൂടനെയുള്ള റൈസിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മൂടി വയ്ക്കാം. ഇനി ഒരു 20 മിനിറ്റ് ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടോ, റൈസ് കുഴഞ്ഞു പോവാതെ നല്ലപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ടൊമാറ്റോ റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കും ഇതൊരുപോലെ ഇഷ്ടപ്പെടും. ഇനി നമുക്ക് ഇതിന് കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയുടെ റെസിപ്പി കാണാം. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആൻഡ് സ്പൈസി ചമ്മന്തിയാണ്. അതിനായിട്ട് ആവശ്യം വേണ്ടതെല്ലാം ഒന്ന് കാണാം. ഒരു പിടി മിൻറ്റ് ലീവ്സ്, 3 ടേബിൾ സ്പൂൺ തൈര്, ഒരു പിടി മല്ലിയില, 2 പച്ചമുളക്, ഒരു പകുതി ചെറുനാരങ്ങ, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു വെളുത്തുള്ളി. ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഓരോന്നും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. എന്നിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാം. ദേ ഇതുപോലെ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളല്ലേ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ടൊമാറ്റോ റൈസിനൊപ്പം ഇത് കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ പപ്പടോ അച്ചാറോ കൂടി ഉണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ വീട്ടിൽ ലഞ്ച് ഉണ്ടാക്കുമ്പോൾ ആയാലും അതല്ലെങ്കിൽ ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടാനും ഒക്കെ ടൊമാറ്റോ റൈസ് ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ടേസ്റ്റി റെസിപ്പീസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അടുത്തൊരു റെസിപ്പി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.